കോഴിക്കോട് BLOയ്ക്ക് സബ് കളക്ടർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ഫോമുകൾ വിതരണം ചെയ്തതിലെ കുറവ് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ് അയച്ചത്. ഏൽപ്പിച്ച ജോലി നിരുത്തരവാദിത്തമായി കൈകാര്യം ചെയ്തെന്ന് നോട്ടീസിലുണ്ട്. നവംബർ 15-ന് മുൻപായി കാരണം ബോധ്യപ്പെടുത്തണമെന്നും നോട്ടീസിൽ നിർദ്ദേശമുണ്ട്. അനീസലി ചേരുന്നുണ്ട്. അനീസലി, ജോലി ഭാരം, മാനസിക സമ്മർദ്ദം, രാഷ്ട്രീയക്കാരിൽ നിന്നുള്ള സമ്മർദ്ദം ഇതെല്ലാം ഉണ്ട്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള അച്ചടക്ക നടപടികളിലേക്ക് കൂടി കടന്നിരിക്കുന്നത്. എന്താണ് നോട്ടീസിലുള്ളത്? തീർച്ചയായും സംസ്ഥാന വ്യാപകമായി BLOമാർ വലിയ ജോലി സമ്മർദ്ദം നേരിടുന്നു എന്ന് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇന്ന് കളക്ടറേറ്റുകളിലേക്ക് BLOമാരുടെ പ്രതിഷേധം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർ അല്പസമയത്തിനകം കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നമ്മൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇന്നിപ്പോൾ ഒരു BLOക്ക് സബ് കളക്ടറുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് എന്ന വിവരം പുറത്തു വരുന്നത്. എന്തായാലും ഇത് കടുത്ത പ്രതിഷേധമാണ് BLOമാർക്കിടയിൽ ഉണ്ടാക്കുന്നത്. ഒരു മാസം കൊണ്ടൊക്കെ ചെയ്തു തീർക്കേണ്ട ജോലി കേവലം ഒരാഴ്ച കൊണ്ടൊക്കെ തീർക്കേണ്ടി വരുന്ന തരത്തിലുള്ള സമ്മർദ്ദമാണ് തങ്ങൾ അനുഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ PWDയിലെ സീനിയർ ക്ലർക്ക് PM അസ്ലമിനാണ് കഴിഞ്ഞ 13-ാം തീയതി നോട്ടീസ് ലഭിച്ചിട്ടുള്ളത്. ജോലി നിരുത്തരവാദിത്തപരമായി കൈകാര്യം ചെയ്തു എന്നതാണ് അതിൽ പറയുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ സമയത്ത് കൃത്യമായി ഇത് പൂരിപ്പിച്ചില്ല അല്ലെങ്കിൽ ചെയ്തില്ല എന്നാണ് ഇദ്ദേഹം ഈ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത്. BLO നൽകേണ്ടിയിരുന്നത് 984 വോട്ടർമാർക്കാണ് ഒരു മാസം കൊണ്ട് അത് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹം 390 പേർക്കാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇനിയും സമയമുണ്ട്. പക്ഷേ 390 പേർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇത് വളരെ കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് 15-ാം തീയതിക്കുള്ളിൽ കാരണം കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് 13-ാം തീയതി നോട്ടീസ് ലഭിച്ചിട്ടുള്ളത്. വലിയ സമ്മർദ്ദത്തിലാണ് തങ്ങൾ ജോലി ചെയ്യുന്നത് എന്നാണ് BLOമാരെല്ലാവരും പറയുന്നത്. കോഴിക്കോട് സബ് കളക്ടർ ഗൗതം രാജാണ് ഇദ്ദേഹത്തിന് ഈ നോട്ടീസ് നൽകിയിട്ടുള്ളത്. 390 പേർക്ക് നിലവിൽ അദ്ദേഹം ഫോം വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ 984 പേർക്ക് ജോലി പൂർത്തിയാക്കേണ്ടതുണ്ട്. പക്ഷെ അത് പൂർത്തിയാക്കാൻ ഇനിയും സമയമുണ്ട്. അതിനിടയിലാണ് ഈ ഫോം വിതരണം ചെയ്തിട്ടുള്ളത് വളരെ കുറഞ്ഞ ആളുകൾക്കാണ്. ഇത് ജോലിയിലുള്ള വീഴ്ചയാണ് എന്ന് കാണിച്ചുകൊണ്ട് കാരണം കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 11-ാം തീയതി നോട്ടീസ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അദ്ദേഹത്തിന് നോട്ടീസ് ലഭിച്ചത്. ഈ 15-ാം തീയതിക്കുള്ളിൽ അതിന് മറുപടി നൽകണമെന്നായിരുന്നു നോട്ടീസിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഇത് നോട്ടീസ് ലഭിച്ച ഒരാൾ മാത്രമാണ്. പക്ഷേ ഇതുപോലെ പലർക്കും കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. മാത്രമല്ല, ഈ കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചിട്ടില്ലാത്ത ആളുകൾ തന്നെയും ജോലിയിൽ വലിയ സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി കാലങ്ങളിലൊക്കെ ഈ ഫോം വിതരണം നടത്തേണ്ടി വരികയാണ്. തങ്ങൾക്ക് കുടുംബജീവിതം സ്വൈര്യമായി നടത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നൊക്കെയാണ് BLOമാർ പറയുന്നത്. എന്തായാലും ഈ നോട്ടീസ് ലഭിച്ചതുകൂടി വന്നതോടുകൂടി ഈ BLOമാരുടെ പ്രതിഷേധം കടുത്ത രീതിയിലേക്ക് പോകുമെന്നാണ് മനസ്സിലാകുന്നത്. BLOമാർ നേരത്തെ തന്നെ നോട്ടീസിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഈ ജോലി സമ്മർദ്ദം താങ്ങാനാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്